എൽഡിഎഫിന്റെ ഭാഗമായ ജനതാദൾ എസ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിച്ചു. ഇടഞ്ഞു നിന്ന ജോസ് തെറ്റയിൽ അടക്കമുള്ളവർ ലയന സമ്മേളനത്തിലെത്തി. ജനതാദൾ എസ് ദേശീയ നേതൃത്വം ബിജെപിക്കൊപ്പം ചേർന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസ് എംഎൽഎയും ഉൾപ്പെടുന്ന കേരള ഘടകത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. മാത്യു ടി തോമസ് ആണ് പുതിയ പാർട്ടിയുടെ അധ്യക്ഷൻ. ഓട്ടോറിക്ഷയിൽ കയറാൻ ആളുണ്ടോ എന്ന് പലരും ചോദിക്കാറുള്ളിടത്ത് ആയിരക്കണക്കിന് ആളുകൾ പ്രതിനിധികളായി പങ്കെടുക്കും. പല ആളുകളും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഈ പുതിയ പ്രസ്ഥാനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിരവധി ആളുകൾ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇതുവരെ ജനതാദൾ എസ് എന്നറിയപ്പെട്ടിരുന്ന പാർട്ടി ഇന്നു മുതൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന് അറിയപ്പെടും. അതിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് മുന്നേറാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ജനതാദൾ എസ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിച്ചിരിക്കുകയാണ്. മാത്യു ടി തോമസ് പുതിയ പാർട്ടിയുടെ അധ്യക്ഷനാവുകയും ചെയ്യുന്നു. ലേബി സുരേന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ ലയനം വളരെ പ്രധാനമാണ്. കാരണം രണ്ടായി നിന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളടക്കം ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു മുന്നണിയിൽ. ലയനം പല ഘട്ടങ്ങളിലായി നേരത്തെ CPM ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ ആ ഒരു ലയനത്തിലേക്ക് പോയിരിക്കുന്നു. എന്താണ് നമുക്ക് അറിയാനാകുന്നത്? പുതിയ പാർട്ടി ഏത് രൂപത്തിലായിരിക്കും? സ്മൃതി, ഫലത്തിൽ ലയനം എന്ന് പറയുമ്പോഴും ഇത് പുതിയ പാർട്ടി എന്ന് തന്നെ സാങ്കേതികമായി പറയാൻ സാധിക്കും. ജനതാദൾ സെക്യുലർ ഇനി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്നുള്ള പേരിൽ തന്നെയായിരിക്കും അറിയപ്പെടുക. കഴിഞ്ഞ നവംബറിലാണ് ഇത്തരത്തിലൊരു സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി കുറച്ചുപേർ ചേർന്ന പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ ജനതാദൾ സെക്യുലർ ലയിച്ചിരിക്കുന്നത്. ലയന സമ്മേളനത്തിലാണ് ഇപ്പോൾ ജോസ് തെറ്റയിൽ സംസാരിച്ചത്. അദ്ദേഹം വിട്ടുനിൽക്കും, അദ്ദേഹമാണ് ഇടഞ്ഞു നിന്നത്. ഈ ലയനത്തോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം ഇത്തരത്തിൽ ദേശീയ സ്വഭാവമുള്ളൊരു പാർട്ടി സംസ്ഥാനത്തെ പെട്ടെന്ന് രൂപീകരിച്ചൊരു ചെറു പാർട്ടിയിലേക്ക് ലയിക്കുക എന്നതിനോട് അദ്ദേഹത്തിന് വിയോജിപ്പായിരുന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ, മാത്യു ടി തോമസ് അടക്കമുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ അനുനയിപ്പിച്ചാണ് ഇപ്പോൾ സമ്മേളനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ഒരുമിച്ച് തന്നെ എല്ലാവരും ആ സമ്മേളനത്തിലെത്തി ലയനവും നടന്നിരിക്കുന്നു. സ്മൃതി, ഇത് ദേവഗൌഡയുടെ നേതൃത്വത്തിൽ ദേശീയ നേതൃത്വം NDAയുടെ സഖ്യകക്ഷിയായി മാറിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രതിസന്ധി കേരളത്തിൽ രൂപപ്പെട്ടതും ഇങ്ങനെ ഒരു ജനതാദൾ എസ് അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം പാർട്ടിക്ക് ഉണ്ടായതോ. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ലയനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലയനം നടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ജനതാദൾ എസിൻ്റെ ഭാരവാഹികളെല്ലാം തന്നെ അങ്ങനെ തന്നെയായിരിക്കും ഇങ്ങോട്ടും വരിക. അതായത് മാത്യു ടി തോമസ് തന്നെയായിരിക്കും പുതിയ പാർട്ടിയുടെയും അധ്യക്ഷൻ. മറ്റു ഭാരവാഹികളും അതേ സ്ഥാനത്ത് തുടരും. ജില്ലാ അധ്യക്ഷന്മാരും അങ്ങനെ തുടരും. അപ്പോൾ ഫലത്തിൽ അത് പുതിയ പാർട്ടിയായി തന്നെ പേരുമാറി, പഴയ ജനതാദൾ എസ് പേരുമാറി വരുന്നു എന്നതാണ് വ്യത്യാസം. അത് മാത്രമല്ല, BJP ഇവിടെ ഇടതിനൊപ്പം എന്നുള്ള ചീത്തപ്പേര് ഇനി മാറും അല്ലേ? തീർച്ചയായും സ്മൃതി, അത് മാറ്റുക തന്നെയായിരുന്നു സാങ്കേതികമായി അവർ ഉദ്ദേശിച്ചത്. 2009 ജനതാദൾ പിളർന്ന് MP വീരേന്ദ്രകുമാറിനൊപ്പം ഉള്ള ഒരു വിഭാഗം UDFിലേക്കും അതിനുശേഷം മാത്യു ടി തോമസിനും ജോസ് തെറ്റയിലിനും കെ കൃഷ്ണൻകുട്ടിക്കുമൊപ്പം ഉള്ളവർ LDFിൽ തുടരുകയും ചെയ്ത സാഹചര്യമാണ് അന്നുണ്ടായത്. 2009 ആ പിളർച്ചയ്ക്ക് ശേഷം, ആ പിളർപ്പിന് ശേഷം പിന്നീട് നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2011, 16, 2021 3 തെരഞ്ഞെടുപ്പുകളിലും 4 സീറ്റിലാണ് LDFിൽ നിന്നുകൊണ്ട് ജനതാദൾ എസ് മത്സരിച്ചത്. ആ 4 സീറ്റിലും ഇനിയും തുടരും എന്നുള്ള കാര്യമാണ് മാത്യു ടി തോമസ് രാവിലെ പറഞ്ഞത്. ഏതായാലും ചക്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലേബി സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.